നമസ്കാരം. തിളച്ച പാൽ നിറച്ച ചെമ്പിൽ വീണ പൊള്ളലേറ്റ 1.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂരിലാണ് ഈ ഒരു മനസാക്ഷി നടക്കുന്ന ഒരു സംഭവം നടന്നത്. അനന്ത്പൂർ കൊരപ്പാട് അംബേദ്കർ ഗുരുകുൽ സ്കൂളിലെ ജീവനക്കാരി കൃഷ്ണവേണിയുടെ മകൾ അക്ഷതയാണ് മരിച്ചത്. സെപ്റ്റംബർ 20-നാണ് ഗുരുകുൽ സ്കൂളിലെ അടുക്കളയിൽ വെച്ച് ഇത്തരത്തിൽ കുട്ടി അബദ്ധത്തിൽ ചെമ്പിലേക്ക് വീണത്. മാരകമായി പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കവെയാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചത്. സ്കൂൾ ജീവനക്കാരിയായ അമ്മയ്ക്കൊപ്പമാണ് അക്ഷത സംഭവ ദിവസം സ്കൂളിലെത്തിയത്. ആദ്യം അമ്മയ്ക്കൊപ്പം അടുക്കളയിലെത്തിയ ഈ കുഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് തിരികെ എത്തുകയുമായിരുന്നു. ഒരു പൂച്ചയെ പിന്തുടർന്നാണ് ഇത്തരത്തിൽ കുഞ്ഞ് അടുക്കളയിലേക്ക് വീണ്ടും എത്തിയത്. ആദ്യം പൂച്ചയും പിന്നാലെ ഈ കുട്ടിയും ചെമ്മിനരികിലേക്ക് വരുന്നത് CCTV ദൃശ്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു. എന്നാൽ തിളച്ച പാൽ സൂക്ഷിച്ചിരുന്ന ചെമ്മിനരികിലേക്ക് എത്തിയ കുഞ്ഞ് തട്ടി വീണ് അബദ്ധത്തിൽ ചെമ്പിലേക്ക് വീഴുകയായിരുന്നു. തിളച്ച പാലിലേക്ക് വീണ ഈ കുട്ടി ഉറക്കെ കരയുന്നതും ഉടൻ തന്നെ എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളുണ്ട്. തുടർന്നാണ് അമ്മ ഓടിയെത്തി ഇത്തരത്തിൽ അമ്മ കൃഷ്ണവേണി കുഞ്ഞിനെ പുറത്തെടുത്തത്. ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടിയെ ആദ്യം അനന്തപൂർ സർക്കാർ ആശുപത്രിയിലും പിന്നീട് കുർണൂൽ സർക്കാർ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരുന്നത്. ചികിത്സയിലിരിക്കവെയാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയത്. കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്ന ഇത്തരം ദാരുണ വാർത്തകളൊക്കെ നമ്മുടെ മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്നതാണ്. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ പോലും അറിയാത്ത കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മുടെ മനസാക്ഷിയെ ചില വേദനിപ്പിക്കുന്ന ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളൊക്കെയാണ് ചില കുഞ്ഞുങ്ങളോട് ചില മനുഷ്യരൊക്കെ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റു ചില വാർത്തകളും പുറത്തു വന്നിരുന്നു. അതായത് വായിൽ കല്ല് നിറച്ച് ചുണ്ടിൽ പശ തേച്ച് നവജാത ശിശുവിനെ കാട്ടിൽ ഉപേക്ഷിച്ച ഒരു സംഭവം പുറത്തു വന്നിരുന്നു. ശരിക്കും അതിന് അവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് നമ്മളൊന്ന് അറിയാതെ പോലും നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചു പോകും. ആ കുഞ്ഞിന് ഒന്ന് വാവിട്ട് നിലവിളിക്കുവാനോ അല്ലെങ്കിൽ അതിന് വിശന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ആ കുഞ്ഞിനോട് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിൽ പെരുമാറാൻ കഴിയുന്നതെന്നൊരു സംശയം പോലും നമുക്ക് തോന്നിപ്പോകും. എന്നിട്ട് അത് ആരാണ് ചെയ്തതെന്നുള്ളൊരു അന്വേഷണമൊക്കെ തകൃതിയായിട്ട് നടന്നിരുന്നു. ഇപ്പോൾ ആ കേസിൽ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച യുവതിയും സഹായിച്ച യുവതിയുടെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ആ കുഞ്ഞിന്റെ അമ്മ എന്ന് പറയാൻ പോലും അർഹതയില്ലാത്തൊരു സ്ത്രീയാണ് അത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അവിവാഹിതയായ ഈ യുവതിക്ക് കുട്ടി ജനിച്ചതിന് അപമാനം ഭയന്നിട്ടാണ് ജനിച്ച് 20 ദിവസം മാത്രമായ ആ കുഞ്ഞിനെ ഈ സ്ത്രീയും ഈ അച്ഛനും ചേർന്ന് ഉപേക്ഷിച്ചത്. ചൊവ്വാഴ്ചയാണ് വനമേഖലയിൽ ആടുകളെ തീറ്റാനെത്തിയ യുവാവ് നവജാത ശിശുവിനെ കണ്ടെത്തിയത്. ചുണ്ടുകളും തുടയും പശ വെച്ചൊട്ടിച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തുടർന്ന് 22-കാരിയായ യുവതിയും അച്ഛനെയും ചിറ്റോർഗഡ് ജില്ലയിലെ മണ്ഡൽഗാവ് എന്ന സ്ഥലത്തു നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഭിൽവാര ജില്ലയിലെ ബിജോലിയയിൽ നിന്നാണ് കുട്ടിയെ കാട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ദിൽവാരയിലെ മഹാത്മാഗാന്ധി ആശുപത്രിയിൽ LICUവിലാണ് ഇത്തരത്തിൽ കുട്ടി നിലവിലുള്ളത്. കുട്ടിയുടെ ആരോഗ്യനിലയിൽ അത്ഭുതകരമായ പുരോഗതി ഉണ്ടെന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഇത്തരത്തിൽ ആടുകളെ തീറ്റുവാനായി പോയ യുവാവ് ഈ കുഞ്ഞിനെ അവിചാരിതമായി കണ്ടെത്തിയത്. സമീപ മേഖലയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ അടുത്ത കാലത്ത് നടന്ന പ്രസവങ്ങളുമൊക്കെ പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷിച്ചിരുന്നു. സീതാകുണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിന് സമീപത്തെ കാട്ടിലാണ് ഈ നവജാത ശിശുവിനെ ഉപേക്ഷിച്ചത്. ഈ അവിഹിത ബന്ധത്തിൽ ജനിച്ച കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെയാണ് ഇത്തരത്തിൽ ഉപേക്ഷിച്ചതെന്നാണ് ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ മൊഴി നൽകിയിട്ടുള്ളത്. ഫെവിക്വിക്ക് വെച്ചാണ് കല്ലുകൾ വായിൽ വെച്ച ശേഷം ചുണ്ടുകൾ ഒട്ടിച്ചത്. എത്ര മൃഗീയമാണല്ലേ! ആ കുഞ്ഞിന് ഒരു നിമിഷം ഒന്ന് വിശന്നു കഴിഞ്ഞാൽ ഒന്ന് കരയുവാനോ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒന്ന് ഇറ്റിച്ചു കൊടുക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ ഫെവിക്വിക്ക് വെച്ചുകൊണ്ട് ആ കല്ലുകൾ വായിൽ നിറച്ച് ഫെവിക്വിക്ക് വെച്ച് വാ ഒട്ടിച്ചിരിക്കുന്നു. അത് ഏത് വിധേനയും ആ കുഞ്ഞ് ഇല്ലാതാകണം എന്ന കരുതലോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ മൃഗീയമായി ഈ പ്രതികൾ പെരുമാറിയത്. പക്ഷേ എല്ലാം കണ്ടുകൊണ്ട് ആ ദൈവം മുകളിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ കുഞ്ഞിന് അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപും സമാനമായ ഒരു സംഭവം തന്നെ ഉത്തർപ്രദേശിലും നടന്നിരുന്നു. ഷാജഹാൻപൂരിലെ ഗൊഹാവാറിൽ 1 അടിയോളം ആഴമുള്ള കുഴിയിലാണ് തുണിയിൽ പൊതിഞ്ഞ് പെൺകുഞ്ഞിനെ അജ്ഞാതർ ഉപേക്ഷിച്ചത്. രാവിലെ നദിക്കരയിൽ നടക്കാനിറങ്ങിയ യുവാവാണ് പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ചത്. ഈ ജീവനോടെ കുഴിച്ചുമൂടിയ നവജാത ശിശുവിനെ ഏതൊക്കെയോ തരത്തിലുള്ള ജീവികൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ കൈകളിലൊക്കെ പരിക്കേറ്റ നിലയിലായിരുന്നു ആ കുട്ടിയെ കണ്ടെത്തിയിരുന്നത്.